നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില ₹120 22 ക്യാരറ്റും ₹131 24 ക്യാരറ്റും കുറഞ്ഞിരിക്കുന്നു. വെള്ളി വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 267 ആണ്. അതിപാതാളത്തിൽ ഇറങ്ങി. പുതിയ ന്യൂ 9690 ഞാൻ കണ്ടായിരുന്നു. പക്ഷേ investing.com എന്ത് പറയുന്നു എന്നാൽ ജസ്റ്റ് 97 അത് ഒരു പ്രാവശ്യം തൊട്ടു. ഞാനാണ് ന്യൂസ് വരുന്നു ഇന്ന് തൊട്ടോ എന്തോ പെട്ടെന്ന് അത് 97 തൊടും. RBI പാവം ഡോളറാ വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നും ഒന്നും പോകില്ല. 97 ഇപ്പോൾ. $110 കണ്ടായിരുന്നു കച്ച എണ്ണ. അതിനുശേഷം നിഫ്റ്റി വന്നിട്ട് രാവിലെ 160 പോയിന്റ് നെഗറ്റീവിൽ കണ്ടായിരുന്നു. ഇപ്പോൾ -13 എന്ന് പറയുന്നു. ഇന്നും ഇറങ്ങാൻ്റെ ചാൻസസ് കൂടുതലുണ്ട്. അങ്കി നിഫ്റ്റി രാവിലെ 459 പോയിന്റ്സ് മൈനസിൽ കണ്ടായിരുന്നു. ഇപ്പോൾ -90 ആണ്. അത് കയറേണ്ട ഒരു പോസിബിലിറ്റീസും ഇല്ല. ഇന്ന് വന്നിട്ട് സൈഡസ് ലൈഫ് സയൻസസ് 7% കയറിയിരിക്കുന്നു. 52 വീക്ക് ഹൈ ആണ്. മെയിൽ 3%, അക്കോ 2.25%, കർണാടക ബാങ്ക് 2.6, ടാറ്റ സ്റ്റീൽ -2.6, തൂട്ട് ഫൈനാൻസ് -1.6, ഓഷ്യൻ വെഹിക്കിൾ -1.5, റിലയൻസ് ജുവലേഴ്സ് -1.3, IDFC ബാങ്ക് -1.2. ഇന്നുള്ള മുഖ്യ വാർത്തകളൊക്കെ നോക്കാം. 2-3 കാര്യങ്ങളുണ്ട്. ഇന്ന് രൂപ റെക്കോർഡ് ലോ 9690. investing.com ഒരു മെസ്സേജ് എത്തിയായിരുന്നു 97 നെരുങ്ങിയെന്ന്. 97 തൊട്ടിരിക്കും. പക്ഷേ റെക്കോർഡിൽ വന്നില്ല. പെട്ടെന്ന് പക്ഷേ റെക്കോർഡിലെത്തും. കാരണം എക്സ്പോർട്ട് സെക്ടർ, IT, ഫാർമ ഇതൊക്കെ നല്ല ബെനിഫിറ്റ് ആവും. ഇമ്പോർട്ട് ഇൻഡസ്ട്രിയൊക്കെ അടിപെടും. ഇമ്പോർട്ടൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്ന കാരണം നമ്മളെ വിലവാസിയൊക്കെ കയറും. ബിസിനസ് ന്യൂസിൽ ന്യൂസ് വന്നിട്ടുണ്ട് എഡിബിൾ ഓയിലിനെ കുറിച്ച്. 50% ഓഫ് ആൾ എഡിബിൾ ഓയിൽ കൺസംഷൻ ഇരുന്ന് വരുന്നു. ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോകുന്നു എന്ന് ഇരിക്കുന്നു. വന്നിട്ട് ബിസിനസ് ലൈൻ ആർട്ടിക്കിളിൽ കാണാം. എന്ത് പറയുന്നു എന്നാൽ ഡീൽ ചെയ്തു, അവിടെ ഡീൽ ചെയ്തു എന്നൊക്കെ പറയുന്നു. തീർന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല. തീർന്ന് ഹോമോസ് തുറന്ന് ശരിയായാൽ തന്നെ സോൾവ് ആകും. വന്നിട്ട് 30 ഇയർ ബോണ്ട് ഈൽഡ് 60 അവർ ടച്ച് ആയിരിക്കുന്നു. 7ന്റെ അടുത്ത് ചെന്നിരിക്കുന്നു. പാസ്സായി 5.29 അടുത്ത് ചെന്നിരിക്കുന്നു. ഈൽഡ് തന്നെ 4.7 അടുത്ത് എത്തിയിരിക്കുന്നു. പറയുന്നത് എന്നാൽ ഇന്ത്യയുടെ ഗ്രോത്ത് അതിപാതാളത്തിൽ പോകുമെന്ന് പറയുന്നു. എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആൾറെഡി ഗ്രോത്ത് വളരെ മോശമായിരുന്നെന്ന് പറയും. ഈ മോശമായിട്ട് തന്നെ പോകുമെന്ന് പറയുന്നു. അക്കൗണ്ട് ഡെഫിസിറ്റ് കയറുമെന്ന് പറയുന്നു. രൂപ ഇന്നും പ്രഷറിലിരിക്കും. ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കുറവായിരിക്കും. ലോജിസ്റ്റിക് കാസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. വളായിട്ട് ഇൻഫ്ലേഷൻ കയറും. പക്ഷെ ഫെർട്ടിലൈസർ ഇല്ലാതെ കാരണം എഫക്റ്റ് കാരണം മഴ പ്രോപ്പറായിരിക്കില്ല എന്ന് പറയുന്നു. ആണെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ പ്രൈസും പെട്ടെന്ന് കയറും. സ്വാത്വിക് ഫിലിപ്സും വില കയറ്റിയിരിക്കുന്നു സിഗരറ്റിന്. ഇതിൽ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ ചൈനക്കാരനാണ് കൊണ്ടാട്ടം. അപ്പോൾ കഷ്ടപ്പെട്ട് ചൈനക്കാരന് ബിസിനസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ടീക്കടയിലും ചൈന സിഗരറ്റാണ് മാക്സിമം സെയിൽസ്. നമുക്ക് വരാൻ്റെ ടാക്സ് കൂടെ വരില്ല. നിങ്ങളെ ദേഹം കെട്ടുപോകാനും ചാൻസസ് കൂടുതലാണ്. സൈഡസ് ലൈഫ് സയൻസസിൻ്റെ Q4 പ്രോഫിറ്റ് കയറുന്നു. ലീഗൽ സെറ്റിൽമെൻറ്റ് കോസ്റ്റ് ഇരിക്കുന്ന കാരണം ഇപ്പോൾ കയറി. അവരെന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ 1100 കോടിയുടെ അടുത്ത് ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. ആ ബൈബാക്ക് കാരണം തന്നെ ഇന്ന് റെക്കോർഡ് ഹൈയിലിരിക്കുന്നു. അതിൻ്റെ ശേഷം US ഓൺകോളജിക് പുഷിന് വന്നിട്ട് അസറ്റ് ലോൺ കമ്പനിയെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ഇതൊരു വളരെ കൂടുതലായിട്ടുള്ള ബിസിനസ്സാണ്. എല്ലാവർക്കും ഒരു നല്ല ന്യൂസ് ഉണ്ട്. കർണാടക ബാങ്കിൻ്റെ ലാഭം 62% കയറിയിരിക്കുന്നു. Q4-ൽ അസറ്റ് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കുന്നു. മുമ്പേ റൈറ്റ് ഓഫ് ചെയ്ത അസറ്റിന് തിരികെ ചേർത്തിരിക്കുന്നു. ഈ പ്രാവശ്യം 90 crore പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു. പിന്നെ ആദ്യം തിരികെ വാപ്പസ് വാങ്ങി. ഇതിൽ നമുക്ക് കിട്ടിയ ഒരു നല്ല ന്യൂസ് എന്തെന്ന് വെച്ചാൽ, നല്ല ന്യൂസായിട്ട് നമുക്കൊരു ₹5 ഡിവിഡൻഡ് കിട്ടും. നമ്മൾ ₹35 ₹70 വരെ കൺസിഡർ ചെയ്തത് ₹5 ₹7 ഒരുപാട് പ്രാവശ്യം കിട്ടിയിരിക്കും. 5, 7 നമ്മൾ വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട കാശ് കിട്ടിയിരിക്കും. ₹35 ₹5 എന്ന് പറഞ്ഞാൽ 10% മുകളിൽ ആണ്. സോ നിങ്ങൾ ഇതിനെ എങ്ങനെയാണെങ്കിലും നോക്കാം. RBI എന്ത് ചെയ്യുന്നു എന്നാൽ ഒരു പ്രോഫിറ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. ഇന്നോ ഇരുന്ന വാല്യൂയിൽ റുപ്പീനെ വിറ്റുകൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ വിൽക്കുന്നതിന് ഞങ്ങൾ വാങ്ങിയത് ₹55, വിൽക്കുന്നത് വന്നിട്ട് ₹90. അങ്ങനെ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. ഇല്ലാതെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ $3 ട്രില്യൺ നോട്ട് അടിച്ചും കൊടുത്തിരിക്കുന്നു ഇല്ലാതെ ഒരു പ്രോഫിറ്റിന്. ഇത് കാരണം ഇൻഫ്ലേഷനും വിലവാശിയും കയറും. ഇതിന് കാരണം 3 ലക്ഷം കോടി RBIക്ക് ഡിവിഡൻഡ് പറയുന്നു. ഏത് ഡെവലപ്പ് നേഷൻ്റെ ബഡ്ജറ്റ് നോക്കിയാലും ഡിവിഡൻഡ് സെൻട്രൽ ബാങ്കിൽ കൊടുക്കാറില്ല. JB മോർഗൻ എന്ത് പറയുന്നു എന്നാൽ 20,500 പോവും. വെയർ മാർക്കറ്റ് വരുവാണെങ്കിൽ 20,500 ചെല്ലുവാണെങ്കിൽ ആ സെഞ്ചുറി അടിക്കും. അടിക്കുവാണെങ്കിൽ 22 ഒക്ടോബറിൽ നിന്ന് ഇതുവരെയ്ക്ക് കാശ് കണ്ടില്ല.
എന്നിട്ട് കോവിഡിന് മുമ്പേ ചെന്ന് 2019 അവരിൽ കാശില്ല എന്ന് പറയും. നമ്മളിപ്പോൾ ഡോളറിൽ മെഷർ ചെയ്യണമെങ്കിൽ മാർക്കറ്റിൻ്റെ റിട്ടേൺ ആസ് പെർ നിഫ്റ്റി കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആവും. പിന്നെ ഇന്ത്യ എന്ത് പറയുന്നു എന്നാൽ ഇമ്പോർട്ടിനെ സ്ട്രോങ് ടൈറ്റ് ചെയ്യും എന്ന് പറയുന്നു. ഉള്ള കുരുവികൾക്കാണ് ഇതൊക്കെ നല്ല ന്യൂസ്. കുരുവിക്ക് വ്യാപാരം ഇല്ല എന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അത് വലുതാകും. ജോലി ഇല്ലാത്തവർക്ക് ഈ കുരുവി ജോലി കിട്ടും. ഒരു പോളിസിയൊക്കെ ആയിട്ട് ഒരു പുതിയൊരു ഗവൺമെൻറ് പോലെ ഫോം ചെയ്ത് ഇതുപോലത്തെ പോളിസീസ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. ബിൽഗേറ്റ് എന്ത് ചെയ്തു എന്നാൽ അവർ അവസാനത്തെ സ്റ്റോക്കിനെ വിട്ട് മൈക്രോസോഫ്റ്റിനെ വിട്ട് പുറത്തേ വന്നു കംപ്ലീറ്റ് ആയിട്ട്. അവർ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് ഇനി അവർക്ക് ഒന്നുമില്ല. നോൺ മസ്ക് ഒപ്പനേറെ മുകളിലിട്ട കേസിൽ തോറ്റു. പോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ലോക്കൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട്സും എല്ലാ ടാറ്റ കമ്പനീസിലും സ്റ്റോക്കിനെ വിറ്റിരിക്കുന്നു. ഗവർണൻസ് അടിത്തറ പ്രശ്നത്തിൽ 1,00,000 കോടി വാല്യൂ കുറഞ്ഞിരിക്കുന്നു. ടൈംസ് TCS HDFC ബാങ്ക് വന്ന് ഗസ്റ്റ് FIA സെല്ലിംഗ് ഫ്രം 2022. ഇതുപോലെ FIA വിറ്റതില്ല. ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഈ 2 കേസിലും സ്റ്റോക്ക് വാങ്ങി. അതിൻ്റെ ശേഷം എന്ത് പറയുന്നു എന്നാൽ കൊച്ചിനെ കിള്ളി വിട്ടുകൊണ്ട് തൊട്ടില ആട്ടുന്നത് പോലെയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഹൈ മാർജിൻ ട്രേഡിംഗ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലിവറേജിലെടുത്ത് മങ്ങാപ്പ കളിക്കുന്നു. അങ്ങനത്തെ കളിക്കുവാണെങ്കിൽ എല്ലാം പോകുമെന്നാണ് പറയുന്നു. ഇതിനുശേഷം ടാറ്റ സ്റ്റീലിന് വന്ന് സ്റ്റീലിംഗ് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിന് എക്സംഷൻ കിട്ടിയിരിക്കുന്നു. ടാറ്റ സെമി കണ്ടക്ടറിൻ്റെ അടുത്ത് ടൗൺഷിപ്പ് സർവേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടൗണ് കെട്ടാമെന്ന്. അസാമിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്ത കാരണം പെട്ടത് നിർത്തി. HSBC എന്ത് പറയുന്നു എന്നാൽ റെഡ്ഡി സൂപ്പറായിട്ട് കയറും. ഓബളെ അവർ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. അവൻ ബാങ്കിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നാൽ മുംബൈ അവൻ്റെ ഫ്രോണ്ടിന് കാട്ടിലും ഒരുപാടൊക്കെ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നു. ഇതൊന്നും നടന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു 10,000 പേരിനെ ജോലിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 1000 ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കി. 6,000 ജോബ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. കാലെടുക്കാം എന്ന് വിചാരിച്ചു. ആ എടുക്കാം എന്ന ജോലിയും ഇപ്പോൾ എന്നാണ് പറഞ്ഞ് അയച്ചിരിക്കുന്നു. അവർക്കും ജോലിയുടെ ആവശ്യമില്ല. ബാങ്ക്സ് വന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സിന് അഗേൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുക്കുന്നു. നമ്മൾ അകപ്പെടുവാണെങ്കിൽ ഇറങ്ങുന്ന സമയം മാർക്കറ്റ് ഇറങ്ങുന്ന സമയം മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂസൊക്കെ ഇറങ്ങും. ബാങ്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങളെ സ്റ്റോക്കിനെ വിടും. ഇൻവെസ്റ്റിന് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങ് BSE എന്ത് ചെയ്യുന്നു എന്നാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ആയിട്ട് കയറി ഉടനെ ഇല്ലാതാക്കിക്കൊണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി 50 അകത്ത് വരുമെന്ന് എല്ലാവരും നോക്കുന്നു. മ്യൂച്വൽ ഫണ്ട് വന്നിട്ട് IT സ്റ്റോക്കിനെ വിൽക്കുന്നു. 8 വർഷം ലോയർ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. രാജ് ആട്ടോ KTM ബൈക്സിനെ ടേൺ അറൗണ്ട് ചെയ്തു. വീറ്റ പോസിറ്റീവ് ആയിരിക്കുന്നു സ്ട്രക്ചറിങ് കാരണം. ഇതേ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ വന്ന് രക്ഷപ്പെട്ട് കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓവറോളം നോക്കിയാൽ മാർക്കറ്റ് ഇന്ന് വീക്കാ തന്നെ ഇരിക്കുന്നു. നമ്മളെ പട്ടാസ് ലിസ്റ്റ് ഇരിക്കണമെന്ന് നോക്കി നിങ്ങൾ കൺസിഡർ ചെയ്യാം. അല്ല പട്ടാസ് ലിസ്റ്റ് സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഡിഫൻസീവ് സ്ട്രാറ്റജിയിലിരുന്ന് ഒരെണ്ണത്തിലിരിക്കാം നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. 3750 ഇരിക്കേണ്ട സ്വർണത്തിന് കഷ്ടപ്പെട്ട് 14,750 ആക്കി. ഒക്കെ മുമ്പേ സ്വർണ്ണം വച്ചിരുന്നു. 1000 രൂപയ്ക്ക് ഗിഫ്റ്റ് ചെക്ക് കൊടുത്തിരിക്കുന്നു. ചെക്കിന് നമ്മൾ നന്ദി പറയണം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.